Good afternoon. Good afternoon, ma'am. Good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. എനിക്ക് സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ലേ? ഒന്ന് പറഞ്ഞേ മിസ്സേ. Good afternoon, ദീപ. ഇപ്പൊ കേക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കേൾക്കാൻ പറ്റുന്നില്ലേ? ഉണ്ടായിരുന്നല്ലേ? എല്ലാവരും സ്വന്തം വീടുകളിലേക്കൊക്കെ പോയോ? പോയി മാം. പോയില്ലേ? സദ്യയൊക്കെ ഉണ്ടാക്കിയോ? സദ്യയൊക്കെ ഉണ്ടാക്കി മിസ്സേ. എനിക്കിന്ന് അവധിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ കയറി. ഇന്ന് പത്തനംതിട്ട ആറന്മുള വള്ളംകളിയല്ലേ, അപ്പം ഞങ്ങൾക്ക് ഇവിടെ പത്തനംതിട്ടക്കാർക്ക് മാത്രം അവധിയാണല്ലേ? അതുകൊണ്ടാണ് ക്ലാസ്സിൽ കയറാൻ പറ്റിയത്. റെക്കോർഡ് ക്ലാസ് കാണുന്നില്ലേ? ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, പക്ഷെ കുറച്ച് പെൻഡിങ്ങിലുണ്ട്. ഇനി അത് തീർക്കണം. കാരണം ഇവന് എക്സാം ഒക്കെ ആയിരുന്നല്ലോ. അപ്പം വൈകിട്ട് വന്നിട്ട് എക്സാമിനൊക്കെ കുറെ പഠിപ്പിക്കുകയും വീട്ടിലെ കാര്യമെല്ലാം ഇച്ചിരി പെൻഡിങ്ങിലായിട്ടുണ്ട്. വർക്കുകളെല്ലാം പെൻഡിങ്ങിലാണ്. പക്ഷെ ഇനി അടുത്ത ഈ ഒരു മാസം എല്ലാം ഇതാക്കണം, നേരെയാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രെയർ ആരാണ്? പ്രെയർ ഞാനാണ്. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യത്യാഗമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തിയേകണം. സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യത്യാഗമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിഹള്ളാവും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യത്യാഗമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. സൈനിങ് ആരാണ്? സൈനിങ് കൂടെ ഞാൻ പറയുവാണ്. Good afternoon, Ashdi Miss and my dear friends. I hope everyone is happy and healthy. I am truly delighted to join in the class again after a long time. I am very curious to know what we are going to learn in this new class. I am confident that I will really enjoy this session. I look forward to gaining new knowledge and experience and moving ahead in my studies. It is also my wish to create beautifully memories with my friends and make every moment in the classroom meaningful. Thank you, ma'am. Thank you so much. Thank you all. It is better to fail in originality than to succeed in imitation. It is more valuable to pursue and create something new, even if it doesn't work out, than to achieve success by merely copying what others have done. അതായത് അനുകരണത്തിൽ വിജയിക്കുന്നതിനേക്കാൾ നല്ലത് മൗലികതയിൽ പരാജയപ്പെടുന്നതാണ്.
അതായത് മറ്റുള്ളവർ ചെയ്തത് പകർത്തി വിജയം നേടാൻ കഴിയുന്നില്ലെങ്കിൽ പോലും പുതിയ എന്തെങ്കിലും പിന്തുടരുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് കൂടുതൽ മൂല്യവത്തായത്. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കോപ്പി അടിച്ച് ചെയ്ത് അതിൽ വിജയം കണ്ടെത്താതെ നമ്മൾ അത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ അത് പരാജയപ്പെട്ടോട്ടെ, പക്ഷെ അതിലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളുടെ കഴിവുകൾ അനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പിന്തുടരുകയോ സൃഷ്ടിക്കുകയോ ചെയ്ത് അതിലൂടെ വിജയം കണ്ടെത്തുകയോ അല്ലെങ്കിൽ അതിൽ പരാജയപ്പെട്ടാലും കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ അനുകരിക്കാൻ ഒരിക്കലും നോക്കരുത്. ഓക്കെ, നമ്മള് പ്രീവിയസ് ക്ലാസ്സിൽ എവിടം വരെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഇനി എക്സാം ഫീസ് ആണ് ഞാൻ പറയേണ്ടത്. ട്യൂഷൻ ഫീസ് വരെ പറഞ്ഞു. ട്യൂഷൻ ഫീസ് വരെ പറഞ്ഞു അല്ലെ? എക്സാം ഫീസ് ആണ് ഇനി പറയാൻ. ഓക്കെ, എന്താണ് എക്സാം ഫീസ്? വായിച്ചിട്ട് എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? വായിച്ചായിരുന്നോ? ഒന്ന് റീഡ് ചെയ്യൂട്ടോ വായിച്ചിട്ടില്ലെങ്കിൽ. എല്ലാവരും മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക. എക്സാം ഫീസ് എന്താണ്? ക്ലിയർ ആവുന്നില്ലല്ലോ രാജേശ്വരി പറയുന്നേ. മാം പേജ് നമ്പർ ആയിരിക്കും 164. 164 കേട്ടോ പേജ് നമ്പർ. വായിച്ചല്ലേ? എന്താണ് എക്സാം ഫീസ്? നമ്മൾ കുട്ടികളുടെ കൊടുത്തു വിടാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കൊണ്ടുപോയി അടയ്ക്കാറുണ്ട് സ്കൂളുകളിൽ അല്ലെ? To make the question paper printing cost and answer paper and thread of നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനുള്ളതും ആൻസർ ഷീറ്റുകൾ ചെയ്യാനുള്ളതും അതിന്റെ ത്രെഡ് അതർ നീഡ്സ് അങ്ങനെയുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് എക്സാം ഫീസ് കളക്ട് ചെയ്യുന്നത്. പിന്നെ മെനി ഓഫ് ദ സ്കൂൾ കളക്ട് അത് ചിലപ്പം നമ്മൾ ഫസ്റ്റില് എല്ലാം കളക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, അതുകൊണ്ടാട്ടോ. ദീസ് ഫീസ് ആർ കോൾഡ് എക്സാം ഫീസ്. ഇതിനെയാണ് നമ്മൾ എക്സാം ഫീസ് എന്ന് വിളിക്കുന്നത്. ഈ മൊത്തത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നതിനെയാണ് എക്സാം ഫീസ് എന്ന് പറയുന്നത്. ഇൻ ടോട്ടൽ ഫോർ ഓൾ എക്സാംസ് ടുഗദർ സെപ്പറേറ്റ്ലി ക്വാർട്ടർലി ഹാഫ് ഇയർലി ആൻഡ് ആനുവൽ. അപ്പൊ നമ്മളിത് ചിലപ്പോൾ മൊത്തത്തിൽ കളക്ട് ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ വാർഷികമായിട്ടും അർദ്ധവാർഷികമായിട്ടും നമ്മൾ ക്വാർട്ടർലി 3 മാസമായിട്ടും അങ്ങനെ ഫാമിലി ഒക്കെ ആയിട്ട് നമ്മളിത് കളക്ട് ചെയ്യാറുണ്ട്. അതായത് സ്കൂളില് എക്സാമിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ എക്സാം എടുക്കുന്ന സമയത്ത് ചില സ്കൂളുകളിൽ എക്സാം എടുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഫീസ് കളക്ട് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എക്സാം ഫീസ് ആയിട്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇത് കളക്ട് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ? ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യാനും അതുപോലെ തന്നെ ആൻസർ പേപ്പറിന്, അതുപോലെ തന്നെ നമ്മുടെ ആൻസർ പേപ്പറിൽ അറ്റാച്ച് ചെയ്യുന്ന ത്രെഡിന് മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് എക്സാം ഫീസ് സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ചില സ്കൂളുകളിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട്, അതായത് ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ആനുവൽ, അതായത് ഇപ്പൊ ഓണം എക്സാം കഴിഞ്ഞല്ലേ ഉള്ളൂ അല്ലെ? എല്ലാ കുട്ടികൾക്കും ഓണം എക്സാം ആയിരുന്നു. അപ്പൊ ഓണത്തിനോടനുബന്ധിച്ച് എക്സാം നടക്കുന്ന ആ സമയത്ത് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? ആ ഒരു സമയത്താണ് ഇത് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ക്രിസ്മസ് എക്സാം, അതായത് ക്രിസ്മസ് പരീക്ഷ നടക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് കളക്ട് ചെയ്യും. അതുപോലെ തന്നെ ആനുവൽ എക്സാം, വാർഷിക പരീക്ഷ നടക്കുന്ന സമയത്ത് കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്യും. അപ്പോ ഇത് ഒന്നില്ലെങ്കിൽ സാധാരണയായിട്ട് ഒരുമിച്ചടയ്ക്കും, അല്ലെങ്കിൽ 3 തവണകളായിട്ടാണ് ഈ ഫീസ് കുട്ടികളിൽ നിന്ന്
കളക്ട് ചെയ്യാറുള്ളത്. അപ്പൊ പ്രധാനമായിട്ടും ഇത് കളക്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യുന്നതിനും ആൻസർ പേപ്പറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ത്രെഡ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണയായി കളക്ട് ചെയ്യുന്നത് കാണാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് വൺ യൂണിഫോം ഫീസ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ കേട്ടോ. ദീപ ഒന്ന് വായിച്ചോളൂ. ദീപ. Yes, ma'am. Generally, it will be collected in the starting itself. യൂണിഫോം ഫീസ് എന്ന് പറഞ്ഞാൽ ഏകീകൃതമായിട്ടുള്ള ഒരു ഫീസ്, ഷൂവും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഫീസാണ്. ബെൽറ്റ്, ഷൂസ്. നമ്മൾ ഫസ്റ്റ് കുട്ടികളെ ചേർക്കാൻ പോകുന്ന പേരൻസിനെല്ലാം മനസ്സിലാവുമായിരിക്കും എന്തെല്ലാം കാര്യങ്ങളാണെന്ന്. അത് നമ്മൾ മിക്കവാറും ഉള്ളിടത്തൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് കളക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കളക്ട് ചെയ്തില്ല എങ്കിൽ അത് ID കാർഡും എല്ലാം കൂടെ ആയിട്ടാണെങ്കിലും നമ്മളത് ജൂലൈ ആകുമ്പോഴത്തേന് ചിലപ്പോൾ അത് മിക്കവാറും കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ഇങ്ങനെ ഇത് ചെയ്യേണ്ടത്, ടീച്ചേഴ്സ് ഷുഡ് ബി വെരി കെയർഫുൾ. ശരിക്കും ഇത് നല്ല ശ്രദ്ധയോടെ തന്നെ വേണം ഇത് കളക്ട് ചെയ്യാനും. അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടിലേക്കാവും. ബെൽറ്റിന് വേറെ, ഷൂവിന് വേറെ, അങ്ങനെ ഒരു എല്ലാം സെപ്പറേറ്റ് ആയിട്ടൊക്കെ കളക്ട് ചെയ്യുമ്പോൾ അതൊരു ഓർഡറിൽ ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് അതൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പൊ അതൊരു നല്ല കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യേണ്ടതാണ് ഈ യൂണിഫോം ഫീസ് എന്ന് പറയുന്നത്. യൂണിഫോം ഫീസ് എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്യുന്നത് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്താണ്. അതായത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട്, സ്കൂളിൽ ഓപ്പൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് എന്ത് കളക്ട് ചെയ്യുന്നത്, യൂണിഫോം ഫീസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്, സ്കൂളുകൾ കളക്ട് ചെയ്യുന്നത്. പിന്നെ ചില സ്കൂളുകളാണെങ്കിൽ ചിലപ്പോൾ വൈകിട്ടായിരിക്കും കളക്ട് ചെയ്യുന്നത്. പിന്നെ ബെൽറ്റ്, ഷൂസ് തുടങ്ങിയവയ്ക്ക് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ഫീസ് കളക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ സാധാരണയായിട്ട് യൂണിഫോംസ് ഒക്കെ കൂടുതലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത്, സ്കൂളുകൾ നൽകുന്ന ഒരു സമയം എന്ന് പറയുന്നത് സ്കൂള് തുറക്കുന്നതിന് ഒരു മാസം മുമ്പൊക്കെയാണ്. കാരണം ഇത് സ്റ്റിച്ച് ചെയ്ത് കിട്ടണമല്ലോ. അപ്പൊ പിന്നെ ചില സ്കൂളുകൾ എന്ത് ചെയ്യാറുണ്ട്, ലേറ്റ് ആയിട്ട്, ഇപ്പൊ റെഡിമെയ്ഡ് ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലേറ്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബെൽറ്റ്, ഷൂസ്, പിന്നെ ID കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പെടുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ യൂണിഫോം ഫീസ്? ഓക്കെ ആണോ? ഇനി അടുത്തത് ടൂർ, ഫങ്ഷൻസ് ആൻഡ് പ്രോഗ്രാം ഫീസ്. ഓക്കെ, നിങ്ങൾ അതൊന്ന് വായിക്കേട്ടോ. ആ പേജ് ഒന്ന് ടോട്ടൽ ആയിട്ടൊന്ന് റീഡ് ചെയ്യുക, മൊത്തമായിട്ടൊന്ന് റീഡ് ചെയ്യുക. ടൂർ തുടങ്ങിയിട്ടുള്ള പാരഗ്രാഫ്സ് ഒന്ന് വായിച്ചു പോവുക.
വായിച്ചല്ലേ? ടൂറ് പോയിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെ ടൂറ് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടല്ലേ? ഞാൻ എക്സ്പീരിയൻസ് നിങ്ങളോട് ചോദിക്കാം. അപ്പൊ നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. Tour functions and program fees. These are not the fixed fees. According to the management, the teachers act in this way. In some schools that do not conduct any tours at all, tours will be of 4 types. Okay. അതായത് ഈ ടൂറ് ഫംഗ്ഷൻ പ്രോഗ്രാംസ് ഇതിന്റെയൊക്കെ ഫീസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഫീസുകളല്ല, പ്രത്യേകിച്ചും ടൂറിന്റേത് കേട്ടോ. ടൂറിന്റെ ഫീസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അല്ല, അതായത് അത് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ സ്ഥിരമായിട്ടും കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫീസ് അല്ല. മറ്റു ഫീസുകൾ നമ്മളിപ്പോ യൂണിഫോം ഫീസ് പറഞ്ഞു, അതുപോലെ എക്സാം ഫീസ് പറഞ്ഞു, ട്യൂഷൻ ഫീ പറഞ്ഞു, ഓപ്പൺ ഫീ പറഞ്ഞു. ഇതൊക്കെ കുട്ടികളുടെ കയ്യിൽ നിന്ന് സ്കൂളുകൾ കളക്ട് ചെയ്യുന്ന എമൗണ്ടുകളാണ് അല്ലെങ്കിൽ ഫീസുകളാണ്. പക്ഷെ ഈ ഒരു ടൂർ ഫീസ് എന്ന് പറയുന്നത് അതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഫീസ് അല്ല. കാരണം അത് വാങ്ങണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ടൂർ നടത്തുന്ന സ്കൂളുകൾക്കാണ് അത് വാങ്ങാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓക്കെ, അതിനർത്ഥം എല്ലാ സ്കൂളുകളും ടൂറുകൾ നടത്തുന്നില്ല എന്നാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതൊരു ഫിക്സഡ് ഫീസ് അല്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ടീച്ചേഴ്സ് കുട്ടികളിൽ നിന്ന് ടൂറിന്റെ ഫീസ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ടൂറ് പോകുന്ന സ്കൂളുകളിലെ കുട്ടികൾക്ക് മാത്രമാണ് ടൂറിന്റെ ഫീസ് അടക്കേണ്ടത്. അല്ലാത്ത സ്കൂളുകൾക്ക് എന്ത് വേണ്ട? ടൂർ പോകാത്ത സ്കൂളുകൾക്ക് എന്ത് കൊടുക്കണ്ട? പറയൂ, എന്താ കൊടുക്കാൻ? അപ്പൊ ടൂറ് പോകുന്നത് ഏത് സ്കൂളാണോ അവിടുത്തെ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്നാണ് ഇവര് കളക്ട് ചെയ്യുന്നത്. ഇനി അഥവാ പോകുന്നില്ലെങ്കിൽ, ടൂറ് പോകുന്നില്ലെങ്കിൽ ഇത് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള, മറ്റു ഫീസുകളെ പോലെ ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഫീ അല്ലെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടൂറുകൾ എന്ന് പറയുന്നത് 4 ടൈപ്പ് ആണുള്ളത്. 4 ടൈപ്സ് ഓഫ് ടൂർ ആണ് ഇവിടെ ഉള്ളത്. അതിനകത്ത് ആദ്യത്തെ ടൂർ എന്ന് പറയുന്നത് ജനറൽ ടൂർ ഓർ ലോങ് ടൂർ. ഓക്കെ, അപ്പൊ അത് നോക്കിയാൽ നിങ്ങള്, ഇറ്റ് ഈസ് ഫോർ എ ലോങ് പ്ലേസ് അറേഞ്ച്ഡ് ബൈ ദ കറസ്പോണ്ടന്റ്. ഈ കറസ്പോണ്ടന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനേജ്മെന്റ് ആണ് കേട്ടോ. മാനേജ്മെന്റിനെ തന്നെയാണ് കറസ്പോണ്ടന്റ് എന്ന് പറയുന്നത്. Entire school is expected to participate once in a year. അതായത് ഒരു ലോങ് പ്ലേസിലേക്ക് കുട്ടികളെ ടൂർ കൊണ്ടുപോവുക, അതാണ് ജനറൽ ടൂർ അല്ലെങ്കിൽ ലോങ് ടൂർ എന്ന് പറയുന്നത്. ലോങ് പ്ലേസ് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ പ്രദേശത്തല്ല, അതായത് ആ സ്കൂൾ ഇരിക്കുന്ന ഏരിയയിലല്ല, ആ ജില്ലയിലല്ല, ചിലപ്പോ ആ സ്റ്റേറ്റിലും ആയിരിക്കില്ല. ഓക്കെ, അതായത് പുറത്തെ സ്റ്റേറ്റിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ കേരളം വിട്ട മറ്റ് ഒരു സ്ഥലത്തേക്ക് ലോങ് ടൂർ, അതായത് 3-4 ദിവസം സ്റ്റേ ചെയ്യാൻ പാകത്തിന് പോകുന്ന ടൂറിനെയാണ് ലോങ് ടൂർ അല്ലെങ്കിൽ ജനറൽ ടൂർ എന്ന് പറയുന്നത്. ഇത് അറേഞ്ച് ചെയ്യുന്നത് കറസ്പോണ്ടന്റ് അഥവാ മാനേജ്മെന്റ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്കൂളിലെ മാനേജ്മെന്റിന്റെ അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാ സ്കൂളിലെ എല്ലാവരും തന്നെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ലോങ് ടൂർ പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് വന്ന് ചോദിക്കും ആർക്കൊക്കെയാണ് ടൂർ പോകാനായിട്ട് ആഗ്രഹമുള്ളത്. അപ്പൊ മാക്സിമം ആ സ്റ്റുഡൻസിനെ പങ്കെടുപ്പിക്കാൻ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാനാണ് അവര് നോക്കുക. പിന്നെ അതുപോലെ തന്നെ വർഷത്തിൽ ഒരിക്കലാണ് ഇത്തരത്തിൽ ലോങ് ടൂർ പോകുന്നത്. മനസ്സിലായോ ലോങ് ടൂർ എന്താണെന്ന്? ഓക്കെ, ക്ലിയർ ആയല്ലേ? അപ്പോ ഇതൊരു ലോങ് പ്ലേസിലേക്കാണ് പോകുന്നത്. പിന്നെ അറേഞ്ച് ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. എല്ലാ സ്റ്റുഡൻസും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നു. വർഷത്തിൽ ഒരിക്കലാണ് ലോങ് ടൂർ പോകുന്നത്. അപ്പോ ഞാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് ചോദിക്കാം. നിങ്ങൾ പോയിട്ടുള്ള ഒരു ലോങ് ടൂറിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് ഏത് ക്ലാസ്സിൽ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്, ഏത് പ്ലേസിലേക്കാണ് പോയിട്ടുള്ളത്,
എന്തായിരുന്നു അവിടെ കണ്ട കാഴ്ചകള് ഒന്ന് പറയാമോ? അത് സ്കൂളിൽ പോവാത്തവരുണ്ടെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസും പറയാവുന്നതാണ് കേട്ടോ. ആരും ടൂർ പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. എപ്പോഴാണ് പോയിട്ടുള്ളത്? സ്കൂളിൽ പഠിക്കുന്ന സമയത്താണോ അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് ആണോ പോയിട്ടുള്ളത്? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ 4ാം ക്ലാസ്സിൽ ഒരു ടൂർ പോയി. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളുകളിൽ അങ്ങനെ പോയിട്ടില്ല. പിന്നെ 10th-ലായപ്പം പോയി. പക്ഷെ ഈ അങ്ങനെ പോയെങ്കിൽ ഈ 4ാം ക്ലാസ്സിൽ പഠിച്ച ആ ടൂറാണ് എൻ്റെ മനസ്സിൽ. എന്നും ഒരു ടൂറിന് പോയി എന്ന് പറയുമ്പോൾ എനിക്ക് 4ൽ പഠിച്ചപ്പോൾ ഞാൻ പോയ ടൂറാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് ഞാൻ ചെറുപ്പത്തിലായിരുന്നു. അതെ അതെ, അതൊരു 1 ഡേ ടൂർ ആയിരുന്നു. പക്ഷെ അത് ഭയങ്കര 5 രൂപയായിരുന്നു ആ ടൂറിന്റെ ചാർജ്. അതുപോലെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നല്ല രീതിയിൽ പോയതായിരുന്നു ആ ടൂറിന്. അത് പോയത് വൈകുണ്ഠം, സ്ഥലത്തിന്റെ പേര് വൈകുണ്ഠവും മറ്റേ വേറെ ഒരു സ്ഥലവും കൂടെ ഉണ്ട്, പീച്ചിപ്പാറ. സ്ഥലം പറയുന്നത് പീച്ചിപ്പാറ ആൻഡ് വൈകുണ്ഠം. ഇതായിരുന്നു സ്ഥലത്ത് പോയത്. അവിടെ കുറെ മരങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു ഡാം എന്തോ ഓർക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ പോയി എൻജോയ് ചെയ്തത് കഴിച്ച ഭക്ഷണമാണ്. പൊതിച്ചോറായിരുന്നു കൊണ്ടുപോയി. അപ്പൊ വീട്ടിൽ നിന്ന് പൊതി തന്നു വിടണമായിരുന്നു. ഇലയില് ചമ്മന്തിയും മുട്ട പൊരിച്ചത്, ഒരു മെഴുക്കുവരട്ടി അത്രേ ഉള്ളായിരുന്നു. പക്ഷെ അത് എല്ലാവരും കൊണ്ടുവന്നിട്ട് അതിനെക്കാട്ടിലും ഞങ്ങളെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് മൊത്തത്തില് ഇത് ടെന്റ് പോലെ വിരിച്ചിട്ട് ഞങ്ങളെ കുട്ടികളെ എല്ലാം കൂടി ഇരുത്തിയിട്ട് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ടീച്ചേഴ്സ്, മടത്തിലമ്മയായിരുന്നു അന്ന്. 2 പേര് മടത്തിലമ്മ, മടം സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പൊ ആ സ്കൂളിലെ അമ്മമാരും ആ സ്കൂളിൽ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അപ്പൊ ഇവരും ഈ കുട്ടികൾ ഞങ്ങളും കൂടിയിട്ടായിരുന്നു ഈ ഫുഡ് ഷെയർ ചെയ്ത് കഴിച്ചത്. പക്ഷെ സാധാരണ നമുക്ക് അതുവരെ നമ്മൾ അങ്ങനെ ടീച്ചേഴ്സുമായിട്ട് ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ കുട്ടികൾ ഷെയർ ചെയ്യാൻ നമ്മളെ ടീച്ചേഴ്സ് പഠിപ്പിക്കുക അല്ലാതെ നമ്മുടെ ഫുഡ് ടീച്ചേഴ്സ് എടുക്കുവോ ടീച്ചേഴ്സിന്റെ ഫുഡ് നമുക്ക് തരുവോ ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ആ ഒരു കുഞ്ഞു മനസ്സിൽ എന്നെ ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്തത് ആ ഒരു കാര്യമാണ്. കാരണം ടീച്ചേഴ്സ് നമ്മുടെ ഫുഡ് ടീച്ചേഴ്സ് കഴിക്കുന്നു, അവരുടെ ഫുഡ് നമുക്കും കൂടെ തരുന്നു. അങ്ങനെ ടീച്ചേഴ്സും നമ്മൾ കുഞ്ഞു കുട്ടികളായിട്ട് പോലും ആ ഒരു ഷെയറിങ് എന്റെ മനസ്സിന് അന്നത്തെ ആ ഒരു മനസ്സിൽ ഇന്നും അത് ഭയങ്കരമായിട്ടുണ്ട്. ഞാനതപ്പം ഇന്നും നമുക്കത് എവിടെയെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും, കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്ത് അങ്ങനെ ഞാൻ കുട്ടികളോട് എല്ലാവരോടും ഞാൻ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സമയത്ത് പറയാറുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാല് അന്ന് എനിക്ക് 9 വയസ്സേ ഉള്ളൂ. ആ 9 വയസ്സിലൊരു കുട്ടിയുടെ മനസ്സിൽ അത്രയും ക്യാച്ച് ചെയ്യണമെങ്കിൽ ആ കുട്ടി എത്രത്തോളം ആഗ്രഹിച്ചിരുന്നിരിക്കണം ഈ ഒരു ഇതും. ഈ നമുക്ക് ആ ഷെയർ ചെയ്തപ്പോ നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ ആൾക്കാരാണ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ. ആ ഒരു പ്രായത്തില് നമ്മൾ പേടിയോടും ബഹുമാനത്തോടെ ഒക്കെ കണ്ട് അവരുടെ ഒപ്പം നമുക്കൊന്ന് ഇരിക്കാനോ അവരുടെ കയ്യിലൊക്കെ തൊടാൻ നമുക്ക് കൊതി വരും ആ സമയത്തൊക്കെ. കാരണം ഇവർ ഒത്തിരി നമ്മുടെ മനസ്സിൽ ഉയരങ്ങളിലാണ്. അപ്പം അമ്മമാരും ഉണ്ട്, മടത്തിലമ്മമാരും ഉണ്ട്. നമ്മള് പ്രതീക്ഷിക്കാതെ നമുക്ക് ആ ഒരു ഷെയറിങ് കിട്ടിയപ്പോൾ എനിക്കത് മറക്കാൻ പറ്റത്തില്ല എൻ്റെ ജീവിതത്തിൽ. ആ ഒരു ടൂറ് പോയത് നമ്മളോടൊപ്പം അവരും കൂടി കളിക്കുവാൻ. അപ്പോഴാണ് അന്ന് മനസ്സിലായത് ടീച്ചേഴ്സും നമ്മളെ പോലെ മനുഷ്യരാണ്. സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സ് നമ്മുടെ കൂട്ടല്ല, അവര് ഭയങ്കര ഏതോ വലിയ ഉയരങ്ങളിലുള്ള ആൾക്കാരാണ്, നമ്മളാണ് മനുഷ്യർ. അങ്ങനെയൊക്കെയുള്ള ഒരു കുഞ്ഞു മനസ്സായിരുന്നു എൻ്റെ. അപ്പം അന്നാണ് എനിക്ക് മനസ്സിലായത് ടീച്ചേഴ്സും നമ്മളെ പോലെ മനസ്സുള്ളവരാണ്, നമ്മളെ പോലെ ആ ഒരു ഫീലിങ്സും ഒക്കെ അവർക്കും ഉണ്ട്. അവരുടെ സ്ഥാനത്ത് അവർക്ക് അതേ പറ്റുള്ളൂ. കുട്ടികളോട് ചിലപ്പോൾ അവർക്ക് ദേഷ്യപ്പെടാം, അവരുടെ ഉള്ളിലെ സ്നേഹം ചിലപ്പോൾ എല്ലാം കുട്ടികളോട് കാണിക്കാൻ പറ്റില്ല. അപ്പൊ അവര് ഫ്രീ ആയിട്ട് ഇറങ്ങി വന്നൊരു സ്പേസ് ആയിരുന്നു ആ ടൂറിന് പോയ സമയം. അവിടെ വന്നപ്പോ അവര് സ്കൂളിലെ ടീച്ചേഴ്സേ അല്ല, അവര് നമ്മുടെ അമ്മമാരായി. നമ്മുടെ അമ്മമാര് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് ഈ തന്നെ കഴിക്കാൻ പറ്റാത്തവർക്ക് അവർ വാരി തരുന്നു. ഇന്നത്തെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നേഴ്സറി ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അന്നത്തേതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ്. ഇന്ന് ശരിക്കും നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോഴും നമുക്ക് അമ്മമാരെ പോലെ ബിഹേവ് ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അന്നെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ലിമിറ്റ് വെച്ചിട്ടായിരുന്നു ടീച്ചേഴ്സ് ഒക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് മഡം സ്കൂളൊക്കെ ആകുമ്പോൾ അമ്മമാരൊക്കെ ആകുമ്പോൾ അവർക്കൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സ്ഥലത്ത് ആ ഒരു ഷെയറിങ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ടൂർ അനുഭവം എന്ന് ചോദിച്ചാൽ ഞാൻ അതേ പറയുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് പോയിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ എൻജോയ്മെന്റ് ആയിരുന്നു. പിന്നീട് 10ൽ പഠിച്ചപ്പോഴും അത് കഴിഞ്ഞൊക്കെ ഉള്ളത് പോയപ്പോഴൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സ്പേസുകളായിരുന്നു അതെല്ലാം. പക്ഷെ അതിലപ്പുറത്തേക്ക് ഒരു മനസ്സിന്റെ ഒരു ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയോ അറിവുകളും
എന്തൊക്കെയോ നമുക്ക് കിട്ടിയ ഒരു അനുഭവം അതായിരുന്നു എനിക്ക്. ഓക്കെ, വെരി ഗുഡ്. ദെൻ ബാക്കിയുള്ളവര് പറയട്ടോ എക്സ്പീരിയൻസ് ടൂറിന്റെ. മിസ്സേ, ഞാൻ ഇതേപോലെ 4-ലോ എന്തോ 5-ലോ, അതെനിക്ക് കറക്റ്റ് ക്ലാസ് ഓർമ്മയില്ല. ചെറിയ ക്ലാസ്സാണ് എന്തായാലും, 5-ന് മേലോട്ടില്ല. അപ്പൊ ഞാൻ പോയെന്ന് വെച്ചാല് എറണാകുളത്താണ്. അന്നെന്നൊക്കെ പറയുമ്പോന്ന് വെച്ചാൽ എറണാകുളം എന്നൊക്കെ പറയുമ്പോ ഒരു വലിയൊരു സ്ഥലമാണെന്നൊക്കെ. അധികം ഡിസ്റ്റൻസ് ഒന്നും ഇല്ല വീടായിട്ട്, പക്ഷെ എന്നാലും നമ്മളൊന്നും പോണില്ലല്ലോ അങ്ങനെയൊന്നും. അന്ന് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മംഗളവനം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വവ്വാലികളുടെ ഒരു ഇതാണ്, ആവാസവസ്ഥ പറയില്ല, അങ്ങനെ നിറച്ച് വവ്വാലാണ്, കുറെ മരങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതിന്റെ അടുത്ത് തന്നെ എറണാകുളത്ത് കേരളത്തിലെ സമുദ്ര ഗവേഷണ മത്സ്യ ഗവേഷണ കേന്ദ്രം, അവിടെയാണ് നമ്മൾ പോയത്. അന്നെന്ന് വെച്ചാലെന്ന് വെച്ചാൽ ഇതേപോലെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ ഉണ്ട്. ആദ്യമായിട്ട് ലിഫ്റ്റിൽ കയറി തന്നാണ്, ഫസ്റ്റ് ടൈം ലിഫ്റ്റ്. അപ്പൊ ആദ്യം ഇപ്പോഴും ഞാൻ മനസ്സിലുണ്ട്, ലിഫ്റ്റിൽ പോകുമ്പോഴും അത് കഴിഞ്ഞിട്ട് പോയിരുന്നതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ അത് അന്ന് ഫസ്റ്റ് ടൈം പോയെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ നമ്മൾ എറണാകുളത്തോട്ടൊന്നും പോയിട്ടില്ല അങ്ങനെ. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ഒക്കെ ചെയ്തത് എറണാകുളത്ത്, ഇതിനടുത്ത് തന്നെ ഞാൻ പഠിച്ചത്. അപ്പൊ നമ്മള് എങ്ങനെയായാലും മിക്ക ദിവസങ്ങളിലൊക്കെ ഈ സ്ഥലത്ത് പോയിരിക്കുമെങ്കിലും നമുക്ക് അപ്പോഴും പോയിരിക്കുമ്പോഴൊക്കെ എനിക്ക് അന്നത്തെ ഒരു ഓർമ്മയാണ് വരുന്നത്. എന്ന് വെച്ചാല് നമ്മൾ ഫസ്റ്റ് പോയതും എറണാകുളം, അല്ലെങ്കിൽ ശരിക്കും ഈ എറണാകുളം ജംഗ്ഷന്റെ അവിടെ തന്നെയാണ് ഈ ഇത്, ഹൈക്കോർട്ട് ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഇത് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ഗവേഷണ കേന്ദ്രം. അതിന്റെ ഉള്ളിൽ മറ്റേ കടൽ കുതിര ഇങ്ങനെ ഇതാക്കിക്കണം, പിന്നെ കടലാമ, അതിന്റെ ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് കുറെ നമുക്ക് കാണാനുണ്ട്. നമുക്ക് പിന്നീടും കുറെ അവസരങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ട് പോയി കണ്ട ഒരു ഫീലിംഗ് അത് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽപ്പുണ്ട്. നമ്മൾ എപ്പോ പോയി അവിടെ ഇരുന്നാലും ഫസ്റ്റ് നമ്മളെ ഒരു പ്രാവശ്യം തന്നെയെങ്കിലും അന്ന് പോയതും വന്നതൊക്കെ നമ്മൾ ഓർക്കും. പലതവണ ഫ്രണ്ട്സായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ ആദ്യമായിട്ട് വന്നിട്ടുണ്ട് അന്നൊക്കെ പറയുമ്പോ എന്താ പറയാ, ഇതൊക്കെ വലിയ ഏതോ സ്ഥലമാണ്, നമ്മുടെ വീടൊക്കെ എന്താ പറയാ വേറെ ഏതോ സ്ഥലത്താണ്, ഇത് അതിലും വലിയ സ്ഥലമാന്നൊക്കെ ഉള്ള ധാരണ, കുഞ്ഞിലത്തെ അറിവ് അത്രയല്ലേ ഉള്ളൂ അന്നൊക്കെ. അതാണ് എന്റെ എക്സ്പീരിയൻസ്, അതാണ് ഫസ്റ്റ് നമ്മൾ പോയതും. പക്ഷെ ഒരു ജില്ലയാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ഇതാണെന്നൊന്നും അറിഞ്ഞൂടാ. എറണാകുളം എന്ത് വേറെ ഏതോ, ഇപ്പൊ UK എന്നൊക്കെ പറയുന്ന പോലെ അന്നൊക്കെ അന്നത്തെ നമ്മുടെ വിചാരം. പിന്നീട് വലുതായപ്പോ എനിക്ക് മനസ്സിലായത്. ഇപ്പൊ നമ്മള് ഡെയിലി പോയി വരുന്ന, എങ്ങനെ വന്നാലും നമ്മൾ അവിടെയൊക്കെ തന്നെ പോയി വരുന്നൊക്കെ സ്ഥലമാണ്. പക്ഷെ അന്നത്തെ നമ്മുടെ ധാരണ, സത്യം പറഞ്ഞ സ്ഥലം ഇപ്പൊ മംഗളവനത്തിൽ പോണെന്ന് പറഞ്ഞത് കൊണ്ടല്ല, ഞാൻ എറണാകുളത്താണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ടൂറിൽ തന്നെ പോയത്. അതാണ് എക്സ്പീരിയൻസ്. ഇനി ആരാണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഞാൻ പറയാം. പറഞ്ഞോളൂ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൂന്നാറിന് ടൂർ പോയിട്ടുണ്ട്. +2 പഠിക്കുമ്പോൾ പിന്നെ തമിഴ്നാട്, പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മൈസൂർ പാലസ് കാണാൻ. അങ്ങനെ എല്ലാം സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് പോയതാ. പക്ഷേ എങ്കിൽ +2 പഠിക്കുമ്പം ഈ തമിഴ്നാടിന് കാശി രാമേശ്വരം പോയതാണ് എനിക്ക് ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്നത്. കാണുന്നതിലുപരി നമ്മുടെ അബ്ദുൽ കലാമിന്റെ വീട്ടില് ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോയേ. അപ്പൊ ആ വീട് കണ്ടപ്പോഴാണ് മാം ഭയങ്കര അതിശയായി പോയത്. അത് ഒട്ടും വീടെന്നൊന്നും പറയാനില്ല, വളരെ ചെറുത്. പിന്നെ അതിന്റെ ഇങ്ങനെ കൂടെയൊക്കെ ഭയങ്കര അഴുക്ക് ചാലുകളൊക്കെ ഒഴുകി, നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പോലും. അത് അബ്ദുൽ കലാം എന്ന് പറയുന്ന വലിയ മനുഷ്യൻ അദ്ദേഹം അവിടെയാണ് ജീവിച്ചു മരിച്ചതെന്ന് അവിടെ ആളുകൾ പറഞ്ഞു. അപ്പൊ അത്രയും വലിയൊരു മനുഷ്യൻ അവിടെയാണ് ജീവിച്ചതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നിട്ട് എന്ത് വലിയ ഉയരത്തിൽ നിൽക്കുന്ന ആളെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ ഒരു വീട്ടിലാണോ ആ മനുഷ്യൻ, നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ താമസിച്ചു അവിടെ താമസിച്ചു മരിച്ചു എന്നും, അത്രയ്ക്ക് മോശമായ ഒരു സാഹചര്യത്തിൽ. അപ്പൊ ഞാൻ ഓർത്ത്, അത്രയും വലിയൊരു മനുഷ്യൻ, അത്രയും ലോകം അറിയപ്പെടുന്ന ഒരാളായിട്ടും പക്ഷെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിരുന്നു. നമ്മളതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും വീടൊക്കെ ഇത്രയ്ക്ക് മോശമായിരുന്നു എന്ന് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അത്രയ്ക്കും അതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായി പോയത്. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നേ നമുക്ക് അച്ഛനോടും അമ്മയോടും അനിയത്തിയോടൊക്കെ പറയുമ്പോൾ ഒരു അതിശയാ, നമ്മൾ അബ്ദുൽ കലാമിന്റെ വീട്ടിൽ പോയി ആ വീട് ഇത്രയ്ക്ക് മോശമായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോഴേ ഭയങ്കര ഒരു അതിശയം. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം, എന്റെ മോള് അംഗൻവാടി പോകാൻ തുടങ്ങിയില്ലായിരുന്നു. കഴിഞ്ഞ വർഷം അവൾക്ക് 2 വയസ്സായിരുന്നു. അപ്പൊ അംഗൻവാടിയിൽ നിന്ന് എല്ലാവരും ടൂർ പോയപ്പോ ടീച്ചർ വെറുതെ എന്നോടും അവളോടും വരാൻ പറഞ്ഞു. അവള് പഠിക്കാൻ തുടങ്ങി, അവിടെ പോകാൻ തുടങ്ങിയില്ലായിരുന്നു, വെറുതെ.
വരെ. അങ്ങനെ പോയത് അത് ഈ പറഞ്ഞതുപോലെ അടുത്ത് തന്നെയാ. കുഞ്ഞു പിള്ളേരില്ല, അംഗൻവാടി പിള്ളേർ രാവിലെ പോയി ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വരാൻ പറ്റിയ അത്രയ്ക്ക് അടുത്താ പോയത്. പക്ഷെ അതും വളരെ നല്ലതായിട്ട് തോന്നി. ചെറിയ കുട്ടികൾ ഭയങ്കര സന്തോഷത്തോടെ പോകുന്നു. എന്റെ മോൾക്കൊക്കെയാണ് എന്നാന്നൊന്നും കണ്ടാൽ പോലും മനസ്സിലാകാറായില്ലായിരുന്നു. എന്നാലും ഭയങ്കരമായിട്ട് അവരത് എൻജോയ് ചെയ്യുന്നുണ്ടു. അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് ക്ലിയർ ആവണ്ട? ഞാൻ ഫസ്റ്റ് ടൈമില് അംഗനവാടി വെച്ചിട്ടാണ് ഫസ്റ്റ് ടൂർ പോയത്. സ്ഥലം എവിടെയാന്ന് എനിക്കറിയില്ല. വൺ ഡേ ട്രിപ്പ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കൂട്ടുകാരൊപ്പം പോണ ആദ്യത്തെ അങ്ങനെ ഭയങ്കര ഇഷ്ടത്തിലാണ് പോയത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പോയത് 4ാം ക്ലാസ് വെച്ചിട്ടാണ് പോയത്. ഹിൽ പാലസിലെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് അവിടെ പോയായിരുന്നു. അന്ന് തന്നെ എയർപോർട്ടിട്ടും പോയി. അപ്പൊ എയർപോർട്ട് ഫസ്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ട് അത്രയും വലിയ എന്താണ് പ്ലെയിനൊക്കെ കാണുന്നത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് പുറത്തു കൂടെ പോകുമ്പോൾ കാണാനല്ലാണ്ട് അത്രയും ഇങ്ങനെ അടുത്തൊന്നും കാണുന്നത്. അപ്പൊ ഭയങ്കര ഇഷ്ടത്തിലാണ് അത് കണ്ടത്. പിന്നെ എല്ലാ വർഷവും പോവുമായിരുന്നു. 7th വരെ എല്ലാ വർഷവും പോവുമായിരുന്നു. പക്ഷെ അത്ര ഒരു ഇത് വന്നില്ല. പിന്നെ 10th-ലും 12th-ലും ലോങ് ട്രിപ്പിന് വിട്ടില്ല വീട്ടിൽ നിന്ന്. പിന്നെ പോയത് ഡിഗ്രി ലാസ്റ്റ് ഇയറിലാണ് പോയത്. 1 ഡേ ട്രിപ്പിന് വിടും, ലോങ് ട്രിപ്പിന് വിടില്ല. പിന്നെ ലാസ്റ്റ് കരഞ്ഞു പിടിച്ചിട്ട് എന്താണ് ഡിഗ്രി ലാസ്റ്റ് വയനാടും അപ്പോ ഭയങ്കര വയനാട് ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ടൊക്കെ ഇറക്കിയായിരുന്നു. നന്നായിട്ട് ഇറങ്ങി പോണമായിരുന്നു. അപ്പൊ അങ്ങനെ ഇറങ്ങിപ്പോയപ്പോ ഉള്ള ഇതും എന്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എന്താ ഭയങ്കര ഫോട്ടോ എടുത്തിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ അതിന് മുമ്പ് എന്തോ എന്താ ഉരുള് പൊട്ടിയിട്ട് പ്രശ്നമായിട്ട് ഇരിക്കണേന്ന് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അങ്ങനെയാണ് ഇപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഇറങ്ങിയത്. അങ്ങനെ പോയപ്പോ കുറച്ച് പേടി, പിന്നെ ഭയങ്കര അടുത്ത് പോയി കണ്ടതിനൊരു ഇതൊക്കെ ആയിട്ട് രസമായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ വർഷവും പോകും. പ്രഗ്നൻസി ടൈമിലല്ലാതെ എല്ലാ വർഷവും പോകും. പക്ഷെ എപ്പോഴും മൂന്നാർ തന്നെ പോകാറുള്ളൂ. എന്റെ ചേട്ടനാണ്, എന്റെ ബ്രദറാണ് അത് എന്താ പുള്ളി എപ്പോഴും മൂന്നാറേ പോകുള്ളൂ. അപ്പൊ ഞങ്ങൾ എപ്പോഴും കൊണ്ടുപോകണം, മൂന്നാറിനെ കൊണ്ടുപോകും. അതാണ് എന്റെ ടൂറിന്റെ എക്സ്പീരിയൻസ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാണ് പറയാനുള്ളത്? പറഞ്ഞോളൂ കേട്ടോ. ശുഭ പറഞ്ഞായിരുന്നോ? പറഞ്ഞു മാം. ഞാൻ അബ്ദുൽ കലാമിന്റെ കാര്യം പറഞ്ഞതല്ലേ? ഓക്കെ. മഞ്ജു, ദീപ പറഞ്ഞായിരുന്നോ? ദീപ ആദ്യം പറഞ്ഞല്ലേ? ഓക്കെ, മഞ്ജു പറഞ്ഞായിരുന്നോ? മഞ്ജു? ഇല്ല മേഡം, ഞാൻ സ്കൂളൊന്നും ടൂറിന് പോയിട്ടില്ല. അല്ലാതെ വലുതായപ്പോഴ് അമ്പലങ്ങളിലൊക്കെ ദർശനത്തിന് പോയിട്ടേ ഉള്ളൂ. ഞാൻ ടൂറിന് പോയ ഒരു അനുഭവമേ ഇല്ല. ഓക്കെ. രാജലക്ഷ്മി പറഞ്ഞായിരുന്നോ? രാജലക്ഷ്മി? മിസ്, ഞാൻ സ്കൂളിൽ നിന്ന് അങ്ങനെ പോയിട്ടില്ല. അച്ഛൻ വിടില്ലായിരുന്നു എന്നെ. അതല്ലേ? പിന്നെ മാരേജ് കഴിഞ്ഞിട്ട് കുടുംബത്തിലുള്ള എല്ലാരും കൂടെ പോയിട്ടുണ്ട്. അതേ ഉള്ളൂ. പോയിട്ടുണ്ട്. ഞാന് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാന് ആദ്യമായിട്ട് ലോങ് ടൂർ പോയിട്ടുള്ളത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. സ്കൂളിൽ നിന്നൊന്നും പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഫൈനൽ ഇയറിൽ എല്ലാവരെയും കൊണ്ടുപോകുമല്ലോ. അപ്പോ മൈസൂർ, കൊടക് ഈ 2 സ്ഥലത്തേക്കാണ് ഞങ്ങൾ ടൂർ കൊണ്ടുപോയത്. മൈസൂർ ഞങ്ങൾ പോയപ്പോൾ അവിടെ വൃന്ദാവൻ ഗാർഡൻ കണ്ടു. അതുപോലെ തന്നെ മൈസൂർ പാലസ് കണ്ടു. പിന്നെ അതുപോലെ തന്നെ മൈസൂർ സൂ കണ്ടു. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ അവിടെ ചുറ്റിക്കറങ്ങി. പിന്നെ അതുപോലെ തന്നെ കൊടകില് കൂർക്കിൽ ചെന്നപ്പോൾ ബുദ്ധക്ഷേത്രം ഉണ്ടായിരുന്നു, അത് കണ്ടു. പിന്നെ വേറെ കുറച്ച് സ്ഥലങ്ങൾ കൂടി ഞാൻ ഓർക്കുന്നില്ല. അവിടെയൊക്കെ ആയിരുന്നു എന്താ പറയാ ഞങ്ങളെ കൊണ്ടുപോയത്.
4 ദിവസത്തെ ടൂറായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതുവരെ ലൈഫിൽ അനുഭവിക്കാത്തൊരു സാധനമാണ് അന്ന് അവിടെ കിട്ടിയത് കേട്ടോ. ഓക്കെ, അപ്പോ എന്താ പറയാ, നമ്മുടെ ഇപ്പോഴും ഒരു എന്താ പറയാ നൊസ്റ്റാൾജിയാണ് അത് ഓർക്കുമ്പോൾ. കാരണം ഇനി അങ്ങനെ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട്. കാരണം ആ ഒരു പ്രായം അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, അതൊക്കെ എന്ന് പറഞ്ഞാല് നമുക്ക് പിന്നീട് ഒരിക്കലും അല്ലെങ്കിൽ നമുക്ക് ഇനി തിരിച്ചു കിട്ടാത്ത കാര്യമാണ് അതൊക്കെ. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഇപ്പൊ പല രീതിയിൽ ഇപ്പൊ റീയൂണിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്കൂളുകളിൽ. നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഈ കോളേജുകളിൽ പഠിച്ചിരുന്നവരൊക്കെ ഒന്നിച്ച് വീണ്ടും കൂടി അവര് മുമ്പത്തെ പോലെ തന്നെ ടൂറ് പോകുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മുടെ ആ പ്രായത്തിൽ നമുക്ക് ചില കാര്യങ്ങളുണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾക്ക് വളരെയധികം മാക്സിമം നമുക്ക് കുറേയധികം ആസ്വദിക്കാം. പിന്നെ കുറെ എന്താ പറയാ പാറിപ്പറന്ന് നടക്കാം എന്ന് പറയാം. പക്ഷെ ആ ഒരു കാര്യം പിന്നീട് നമുക്ക് ഇല്ല. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത്. ഓക്കെ, അപ്പൊ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. 2 സ്ഥലങ്ങളിൽ പോയതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഓക്കെ, അത് ഭയങ്കരമായിട്ട് എന്താ പറയാ, കാരണം ഞങ്ങൾക്ക്, അതായത് എനിക്കെന്ന് പറഞ്ഞാല് വീട്ടില് അധികം സാമ്പത്തികമായിട്ടുള്ള ഒരു എന്താ പറയാ സ്ഥിതി ഇല്ലാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോ ശരിക്കും പറഞ്ഞാല് ടൂറിന് പോലും പോകാനായിട്ടുള്ള ഒരു സാഹചര്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നിട്ടില്ല. ഓക്കെ, അമ്മയാണ് ഞങ്ങളെ നോക്കി വളർത്തിയത്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, ഞാൻ മൂത്തതാണ്. അപ്പോ ടൂറിന് പോവാനായിട്ട് ഞാൻ ആദ്യം നിങ്ങളോടായതുകൊണ്ട് പറയുവാണ്, ആദ്യം ടീച്ചേഴ്സ് ചോദിച്ചു ആരൊക്കെയാണ് ടൂറ് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ വുമൻസ് കോളേജിലാണ് പഠിച്ചത്. അപ്പോ ഞങ്ങളുടെ ക്ലാസ്സിൽ 60ഓളം പെൺകുട്ടികളാണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് ഭൂരിഭാഗം പേരും പോകുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം അവർക്ക് കിട്ടുന്ന ഒരു അവസരമാണല്ലോ, മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഭൂരിഭാഗം പേരും പോകാന്ന് പറഞ്ഞു. ഒരാള് പ്രഗ്നന്റ് ആയിരുന്നു. അതിനകത്ത് കല്യാണം കഴിഞ്ഞ് പഠിക്കുന്ന സമയത്ത് ഒരാൾ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് മാത്രം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കൂട്ടത്തില് ഞാനും പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് കാരണം ചോദിക്കും, എന്താണ്? മിസ്സുമാരൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ്ഡ് ആണ്. അപ്പൊ അതിനകത്ത് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഒരു മിസ്സാണ്. മിസ് ഇല്ല, ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. ജൂബി എന്നാണ് മിസ്സിന്റെ പേര്. മിസ് എന്നോട് ചോദിച്ചു എന്താണ് അശ്വതി ടൂറിന് വരാത്തെ? അപ്പൊ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. കാരണം എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത്രയധികം പൈസ, അന്നതോ 1500 2000 രൂപയോ അത്രേ ഉള്ളൂ അന്ന് പോവാനായിട്ട്. അപ്പൊ അത്രയും രൂപ എനിക്ക് തരാനില്ല മിസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മിസ്സിനോട് പറഞ്ഞു എനിക്ക് വിഷമമുണ്ട്, കാരണം എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പോകാനായിട്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പൊ എന്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ പേര് അശ്വതി എന്ന് തന്നെയാണ്. അപ്പൊ അവള് പാലക്കാട് ഒരു സർക്കാർ സ്കൂളിൽ ഹൈസ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പൊ ഞാൻ അവളോടും പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു നീ പേടിക്കണ്ട, നീ എന്തിനാണ് പേടിക്കുന്നേ, അല്ലെങ്കിൽ നീ എന്തിനാ വിഷമിക്കുന്നേ, ഞങ്ങളൊക്കെ ഇല്ലേ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചറും അതുപോലെ തന്നെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അവർ തീരുമാനത്തിലെത്തി എന്നെ ടൂറ് കൊണ്ടുപോകാന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു 1 രൂപ പോലും എടുക്കണ്ട, എടുക്കാനുള്ള ഡ്രസ്സ്, അതായത് മാറാനുള്ള ഡ്രസ്സ് മാത്രം, 4 ദിവസത്തേക്കുള്ള ഡ്രസ്സ് മാത്രം എടുത്താൽ മതി, വേറെ ഒരു പൈസയും എടുക്കണ്ട, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെയൊക്കെ സഹായ സഹകരണങ്ങളോടുകൂടി ഞാൻ പോയി. അപ്പോ ഇപ്പോഴും എന്താ പറയാ, നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയാണ്. കാരണം അത്രയും ഞാൻ പഠിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെയുള്ള സ്റ്റുഡൻസ് ആയാലും അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സ് ആയാലും അവിടെയുള്ള ടീച്ചേഴ്സ് ആയാലും ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് പിന്നീടുള്ള എന്റെ ഓരോ എന്താ പറയാ വളർച്ചയും. ഇപ്പൊ നിങ്ങളെ ഞാനിത് പഠിപ്പിക്കുന്നതും എനിക്കിത് പഠിപ്പിക്കാൻ സാധിക്കുന്നതും ഒക്കെ അവരുടെയൊക്കെ ആ ഒരു എന്താ പറയാ അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോ എന്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കില്ല. കാരണം അവരുടെയൊക്കെ സഹായവും അതുപോലെ തന്നെ അവരുടെയൊക്കെ അനുഗ്രഹവും കൊണ്ട് തന്നെയാണ് പിന്നീട് ഓരോ സ്റ്റെപ്പും ഇങ്ങനെ കയറി കയറി വന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞാൽ എന്റെ ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടുമായിട്ട് എപ്പോഴും നല്ലൊരു ക്ലോസ് കോണ്ടാക്ട് ആണ് ഉള്ളത്. എപ്പോഴും വിളിക്കും, അതുപോലെ തന്നെ കാണാൻ പറ്റില്ല, മെസ്സേജുകളാണ് കൂടുതൽ അയക്കുക. അവൾ പാലക്കാടാണ് ഉള്ളത്, ഞാൻ ഇവിടെയും, അതുകൊണ്ട് കാണാൻ പറ്റില്ല. ഒരു 3 വർഷം മുമ്പാണ് കണ്ടത്, പിന്നീട് കണ്ടിട്ടില്ല. അപ്പൊ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ കേറുന്ന ബാച്ചിലെ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, നല്ല സൗഹൃദങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക. കാരണം നമുക്ക് എപ്പോഴാണെന്ന് അറിയില്ല അല്ലെ, നമ്മള് ചിലപ്പോ നമ്മളൊറ്റയ്ക്കാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. അപ്പൊ നമ്മളെ കൂടെ നിർത്താൻ അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ
സഹായിക്കാനായിട്ട് ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ എക്സ്പീരിയൻസ് കേട്ടോ. ടീച്ചർ, ഞങ്ങൾ ഉണ്ടായിരുന്നു ഡിഗ്രിക്ക് പഠിച്ചപ്പോ അങ്ങനെ മൈസൂര് തന്നെ ഞങ്ങൾ ടൂർ പോയതാ. അപ്പൊ ഞങ്ങളുടെ ബാച്ചിലും ഉണ്ടായിരുന്നു ഒരു കുട്ടി അങ്ങനെ വന്നില്ല എന്ന് പറഞ്ഞ്. ശരിക്കും സാമ്പത്തിക പ്രശ്നം. എനിക്ക് സാമ്പത്തികം ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കി എനിക്ക് തന്നു. പക്ഷെ അങ്ങനെ വന്നില്ല എന്ന് പറഞ്ഞ ഒരു കുട്ടി. അപ്പൊ ഇതുപോലെ അത് ഞങ്ങള് ഫ്രണ്ട്സിനേക്കാളും ഞങ്ങളുടെ പ്രിൻസിപ്പള് നല്ല സാറാണ്. ഒരാള് പോലും ഈ ഡിഗ്രി അതുകൊണ്ട് തീരൂല. പിന്നെ പലരും പറഞ്ഞ പോലെ കല്യാണം കഴിച്ചു വിടും. പിന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു ഇത് ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് സാറിനായിരുന്നു അത് നിർബന്ധം. എല്ലാവരും പോണം, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആരും പോവാണ്ടിരിക്കണ്ടെന്നും പറഞ്ഞ് സാറ് തന്നെ അങ്ങനെ പൈസ കൊടുത്തോളം പോരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ഒരു കുട്ടീനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ സാർ അത്രയും പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങനെ പൈസ കൊടുത്ത് അവരെ കൊണ്ടുപോകാന്നുള്ള ഒരു ഇതുണ്ടാവണത്. അപ്പം ബാക്കി കുട്ടികളും അങ്ങനെ പൈസ കുറച്ചൊക്കെ കൊടുത്തു. അങ്ങനെ സാറിന്റെ ചെലവില് റിസ്കില് അങ്ങനെ ഒരാളെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ സാറിന് അങ്ങനെ ഒരു നല്ല ഉണ്ടായിരുന്നു. എല്ലാ മാസവും ഞങ്ങളെ കൊണ്ട് കോളേജും ഫുള്ള് ഞങ്ങള് എത്ര പേരുണ്ട്, കോളേജ് ഒത്തിരി കുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാ മാസവും സാറ് ഒരു ദിവസം പൊതിച്ചോറ് കൊണ്ടുവരികയും ഞങ്ങളെ കൊണ്ട്. നമുക്ക് ഒരാൾക്ക് ഒരു പൊതിച്ചോറ് കൊണ്ടുവന്നാൽ മതിയല്ലോ, അത് നമുക്ക് വലിയ പാടൊന്നുമില്ല. നമ്മൾ എന്തായാലും ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകും, അതിൽ നിന്ന് ഒരു എക്സ്ട്രാ കൊണ്ടുപോകാൻ ഒരു പാടുമില്ലല്ലോ. എന്നിട്ട് ഞങ്ങള് കട്ടപ്പനയാണ് പഠിച്ചത്. അവിടെ അടുത്തൊരു അനാഥാലയമുണ്ട്. എല്ലാ മാസവും സാർ അങ്ങനെ ഒരു ദിവസം അത് അവിടെ കൊണ്ടുപോയി കൊടുക്കും. അത് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ മാസത്തിലൊന്ന് ഞങ്ങൾ അവിടെ പോകും. അപ്പൊ സത്യത്തിൽ ആ സാറിന്റെ അടുത്തു നിന്നാണ് ഞങ്ങള് അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരു ഇതേ അനാഥാലയത്തിൽ പോണം. പിന്നീട് ഞാൻ കോളേജ് കഴിഞ്ഞ് പലതവണ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ സാർ അന്ന് അങ്ങനെ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പോവില്ല നമ്മള്. അങ്ങനെ അന്ന് കോളേജ് ഫസ്റ്റ് ഇയർ തൊട്ട് ലാസ്റ്റ് ഇയർ ഞാൻ ഇറങ്ങുന്നത് വരെ എല്ലാ മാസവും അങ്ങനെ ഉണ്ട്. സാറിന് കോളേജ് തുടങ്ങിയ സമയം മുതൽ ഇപ്പോഴും അങ്ങനെ എല്ലാ മാസവും കുട്ടികളെ കൊണ്ട് ചോറുംപതി കൊണ്ടുവരുന്ന മാസത്തിലൊന്ന് സാറ് അവിടെ അങ്ങനെ പോകും. അത്രയുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ടൂർ നോക്കാം. ലോക്കൽ ടൂർ. ഓക്കെ, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എ പ്ലേസ് വിത്തിൻ ദ ടൗൺ ലൈക്ക് എ സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ, സർക്കസ്, ചൈൽഡ് ഫിലിം എക്സെട്ര. ലോക്കൽ ടൂർ എന്ന് പറഞ്ഞാല് നമ്മൾ ലോക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, അതായത് നമ്മുടെ ഏരിയക്ക് ചുറ്റും, അല്ലെങ്കിൽ നമ്മൾ ജില്ല വിട്ടൊന്നും പുറത്തു പോകുന്നില്ല, അപ്പൊ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഏരിയയോട് അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ലൊക്കാലിറ്റിയോട് അനുബന്ധിച്ച് വരുന്ന ഒരു സ്ഥലത്ത് അവിടെയൊക്കെ അതിപ്പോ ചിലപ്പോൾ മൃഗശാലയിലാകാം, അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡനിലാകാം, പിന്നെ സർക്കസ് കാണാൻ കൊണ്ടുപോകാം, അതുപോലെ ചൈൽഡ് ഫിലിം കുട്ടികളുടെ സിനിമ കാണാൻ കൊണ്ടുപോകാം. അപ്പൊ ഇതിനൊക്കെയാണ് ലോക്കൽ ടൂർ എന്ന് പറയുന്നത്. ചൈൽഡ് ഫിലിം കാണാൻ പോയിട്ടുണ്ടോ ആരെങ്കിലും? ചൈൽഡ് ഫിലിം ജുറാസിക് പാർക്ക് ആണോ മാം? ചൈൽഡ് ഫിലിം എന്ന് പറഞ്ഞാല് കുട്ടികളുടെ സിനിമയാണ്. കുട്ടികളായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. മങ്കിപ്പൻ കാണാൻ പോയിട്ടുണ്ട്. മങ്കിപ്പൻ കാണാൻ പോയിട്ടുണ്ട് അല്ലേ? സ്കൂളിൽ പഠിക്കുമ്പോ പോയിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോ പോയിട്ടുണ്ടോ? അങ്ങനത്തെ കാണാൻ പോയിട്ടുണ്ട്. എന്താണ്? കുട്ടിച്ചാത്തനുള്ള സിനിമ ഉണ്ടല്ലോ, പഴയ സിനിമ, അത് കണ്ടിട്ടുണ്ട് കുട്ടികളുടെ. കുട്ടിച്ചാത്തൻ. അതെ അത് കണ്ടിട്ടുണ്ട്. ശുഭ എന്താണ് കാണാൻ പോയിരിക്കുന്നത്? ടീച്ചർ, നമ്മൾ എന്താന്ന് ഞാൻ സത്യത്തിൽ ഓർക്കുന്നില്ല. നമ്മൾ ഈ കണ്ണട വെച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന അങ്ങനത്തെ ഇല്ലേ, അങ്ങനത്തെ കാണാൻ പോയിട്ടുണ്ട്. അതെ അത് തന്നെയാണ്. ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ കാണാനായിട്ട് തിയേറ്ററിൽ. നമുക്കൊക്കെ ഓരോ കണ്ണട തരും. ആ കണ്ണട വെച്ചിട്ടാണ് ഇത് കാണുന്നത്. അപ്പൊ അടുത്തേക്ക് വരുന്നത് പോലെയൊക്കെ തോന്നും. ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? 3D ഫിലിം അല്ലെ? ഞങ്ങളെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊരു നീല കളറിലുള്ള ഒരു ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. ബ്ലൂ കളറിലൊരു മിഡിയും ടോപ്പോ അങ്ങനെ എന്തോ ആണ് ധരിച്ചിരുന്നത്. ഞങ്ങളെ പണ്ട് കാലത്തൊക്കെ ട്രക്കറായിരുന്നു, ജീപ്പ് പോലുള്ള ജീപ്പ് ഉണ്ടല്ലോ, അതിനകത്താണ് കൊണ്ടുപോയിരുന്നത്. എന്നിട്ട് കൊണ്ടുപോയി പകൽ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 11 മണിയൊക്കെ ആയപ്പോ സ്കൂളിൽ നിന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം തിരിച്ചെത്തുകയാണ് ഉണ്ടായത്.
ഉച്ചയ്ക്കല്ല, ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ എത്തിയെന്ന് തോന്നുന്നു. അതൊന്നും കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല, 4ാം ക്ലാസ്സിലത്തെ കാര്യമല്ലേ. അപ്പൊ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു തിയേറ്ററിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുവന്ന് ആ ഒരു ഫിലിം കണ്ടു. അത് കഴിഞ്ഞ ശേഷം തിരിച്ചു പോകുന്നു. ഓക്കെ, അതാണ് ഒരു ചൈൽഡ് ഫിലിം കാണാനായിട്ട് കൊണ്ടുപോയിട്ടുള്ള എൻ്റെ ഒരു ഓർമ്മ. പിന്നെ അതുപോലെ തന്നെ അതിനു മുമ്പായിട്ട് ഏറ്റവും ആദ്യം ഇങ്ങനെ ഒരു പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോവാന്ന് സ്കൂളിൽ പറയുന്നത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയത്തായിരുന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ഹെഡ്, അതായത് ഹെഡ് മാസ്റ്റർ എല്ലാവരെയും വിളിച്ചു കൂട്ടി. അതായത് അസംബ്ലി നടക്കുന്ന സ്ഥലത്ത് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞു ഞങ്ങളോട്. അതായത് അടുത്ത ആഴ്ച ഇവിടെ നിന്ന് കൊച്ചിൻ ഷിപ്പ് യാർഡ് കാണാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഭയങ്കര അതിശയമാണ് അല്ലെ, പോർട്ടൊക്കെ കാണാം, തുറമുഖം കാണാം. അപ്പൊ ഞങ്ങളോട് പറയുവാണ് ഇവിടൊക്കെ പോകുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വരിക എന്ന് പറഞ്ഞു. അപ്പൊ താല്പര്യമുള്ളവർ വരിക എന്ന് മാത്രമല്ല, ഒരു ചെറിയൊരു ഫീസ് ഉണ്ട്. 130 രൂപയാണ്, അന്നത്തെ കാലമാണ് കേട്ടോ, 130 രൂപയാണ് ഒരു കുട്ടിക്ക് മേടിക്കേണ്ട ഫീസ് എന്ന് പറയുന്നത്, ഒരു കുട്ടി വരേണ്ട ഫീസ്. അപ്പൊ അത് നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ എത്തിക്കുവാണെങ്കിൽ എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു സ്ഥലത്തും പോയിട്ടില്ല വീട് വിട്ട്. അപ്പൊ ഭയങ്കരമായിട്ട് ആഗ്രഹം, എന്തായാലും പോവാലോ, എന്തായാലും ഒന്ന് കണ്ടു കളയാൻ, ഇതുവരെ അവിടെ പോയിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ വിചാരിക്കുവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അമ്മനോട് പറയാനായിട്ട് പറ്റില്ല, കാരണം അറിയാം അമ്മയ്ക്ക് എന്താ പറയാ അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല തരാനുള്ള. അപ്പൊ ഞാൻ നേരെ എന്റെ അമ്മയുടെ അച്ഛനുണ്ട്, അച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇങ്ങനെ ഇവിടെ കാണാൻ പോകാനായിട്ട് ആഗ്രഹമുണ്ട്, എനിക്ക് പൈസ തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു നീ വിഷമിക്കണ്ട, ഞാൻ പൈസ തന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ആവുമ്പോൾ 130 രൂപ എനിക്ക് എടുത്തു തന്നു. 10ന്റെ നോട്ടാണ്, 13 നോട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അത് എടുത്ത് തന്നു. പിന്നീട് ഞാനത് സ്കൂളിൽ കൊണ്ടുപോയിട്ട് ക്ലാസ് ടീച്ചറെ ഏൽപ്പിച്ചതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് അവർ വീണ്ടും അസംബ്ലി കൂടി. ഹെഡ് മാസ്റ്റർ പറഞ്ഞു ടൂർ പോകാനുള്ള കുട്ടികളൊക്കെ ഒന്ന് മുറ്റത്തേക്ക് വരിക എന്ന് പറഞ്ഞു, പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് കുറച്ച്, എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും ഉണ്ടായിരുന്നു, കാരണം എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് കാണാനായിട്ട്. ഞങ്ങള് ക്ലാസ്സിൽ നിന്ന് തന്നെ കുറച്ചധികം കുട്ടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളോട് പറയുവാണ് അവിടെ ഭയങ്കര കാറ്റും മഴയുമാണ്, അതുകൊണ്ട് പിന്നെ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അതുകൊണ്ട് ടൂർ ക്യാൻസൽ ചെയ്തു എന്ന് പറയുവാണ്. അപ്പൊ ഉണ്ടായ വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വിഷമം, കാരണം നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തു ആ സ്ഥലത്തേക്ക് പോകുന്നത് സ്വപ്നം കണ്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തു. അപ്പോഴാണ് ഇവര് സഡൻ ആയിട്ട് പറയുന്നത് ടൂർ ക്യാൻസൽ ചെയ്തു, ഇപ്പൊ കുട്ടികൾ പൈസ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കുന്നതാണെന്ന് കൂടി പറഞ്ഞു. അപ്പൊ ആ ആഗ്രഹം അങ്ങനെ അവിടെ കെട്ടണത്. പിന്നീടാണ് ആ സ്കൂളിൽ തന്നെയാണ് പിന്നീട് മൈ ഡിയർ ചേട്ടൻ കാണാനായിട്ട് ഞങ്ങളെ കൊണ്ടുപോയത്. പിന്നീട് ഒരു ടൂർ പോയതാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ഞാൻ പറഞ്ഞ മൈസൂർ കൂടത്. അപ്പോ അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് എനിക്കുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയൂ, ലോക്കൽ ടൂർ പോയിട്ടുള്ളത്. മിസ് ഇവിടെ പറവൂരടുത്താണോ? ആ, പറവൂരടുത്താണ്. അല്ല, എനിക്കിത് കൊച്ചി ഷിപ്പ് യാർഡിന്റെ കാര്യം പറഞ്ഞപ്പോ ചോദിച്ചതാ. ഞാൻ ചാലക്കയാണല്ലേ? കല്യാണം കഴിച്ചിട്ട് ചാലാക്ക ചെറായിലാണ് എന്റെ വീട്, സ്വന്തം വീട്. മിസ് പറവൂര് എവിടെയാ? ഞാൻ പറവൂര് വലിയ ബല്ലന്തിരുത്ത് എന്ന് പറയും. അറിയാം അല്ലേ, വലിയ ബല്ലന്തിരുത്ത്, അവിടെയാണ് എന്റെ വീട്. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയൂ. ലോക്കൽ ടൂറ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ലോക്കൽ ടൂറ് നേരത്തെ നമ്മൾ ലോങ് ടൂർ ആണ് പറഞ്ഞത്, ഇതെന്നാല് ലോക്കൽ ടൂർ ആണ്. ബൊട്ടാണിക്കൽ ഗാർഡനോ സൂവോ അല്ലെങ്കിൽ സർക്കസിന് പോയിട്ടുണ്ടോ സ്കൂളിൽ നിന്ന്? ഒന്ന് ഓർത്തു നോക്കിയോ, ഒരു സ്റ്റഡി ടൂർ പോലെ നിങ്ങൾ പോയിട്ടുള്ളതായിട്ട് ഓർമ്മയുണ്ടോ? ഒറ്റ ദിവസത്തെ, അതിപ്പോ കോളേജിൽ പഠിക്കുമ്പോഴാകാം അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴാകാം. രാവിലെ സ്കൂളിലേക്ക് പോകുന്നു, എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു, ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിലെടുക്കും, ദെൻ വീണ്ടും സ്കൂളിലേക്ക് വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചെത്തുന്നു, പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. ദാറ്റ് ഈസ് ലോക്കൽ ടൂർ. മൂന്നാറാണ് എന്റെ വീടിന് അടുത്താ. എനിക്ക് വൺ ഡേ ട്രിപ്പിനുള്ള ഇതുള്ളൂ. രാവിലെ പോയാൽ ഉച്ച കഴിയുമ്പോഴത്തേക്കൊക്കെ തിരിച്ചു വരാവുന്ന ദൂരമുള്ളൂ എനിക്ക്.
എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ വരെ പോയിട്ട് വരാനായിട്ട്. അങ്ങനെ സ്കൂളിൽ നിന്ന് ഞാൻ പോയിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. പിന്നെ ടൂറ് പോകുന്നതിനേക്കാളും അവിടെ ഞാൻ അന്ന് അതുവരെ ചുരിദാർ ഇട്ടിട്ടില്ല. ഉടുപ്പും പാവാടയും ബ്ലൗസും മാത്രമാണ് ഞങ്ങളുടെ വീട്ടില് തരുവുള്ളൂ. അപ്പൊ മൂന്നാർ പോകുന്നതിനേക്കാളും സന്തോഷം ടൂർ പോകാൻ എനിക്കൊരു ചുരിദാർ വാങ്ങി തന്നു. അപ്പോൾ എനിക്ക് സത്യം ടൂർ പോകാനായിരുന്നില്ല, ചുരിദാർ ഇടാനായിരുന്നു എനിക്ക് കൂടുതൽ സന്തോഷം. കാരണം മൂന്നാർ ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ അടുത്തുള്ളതാണ്, എപ്പോഴും പോകുന്ന, രാവിലെ പോയാൽ പെട്ടെന്ന് വരാവുന്ന അത്ര ദൂരത്തിലായതുകൊണ്ട് മൂന്നാറിന് പോകാൻ വലിയ സന്തോഷം എനിക്കില്ലായിരുന്നു. പക്ഷെ ചുരിദാർ ഇടാനായിരുന്നു സന്തോഷം. ആദ്യമായിട്ട് ഞാൻ അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചുരിദാർ ഇടുന്നത് മൂന്നാറിന് പോകുന്നത്. അതുവരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ഉടുപ്പും പാവാടയും ബ്ലൗസും മാത്രമേ ഇടിയിക്കുള്ളൂ. അങ്ങനെ ഇതായി. അങ്ങനത്തെ മൂന്നാറ് എല്ലാരും പോയിട്ടുള്ള അറിയുമല്ലോ, പൂവും അങ്ങനെ കാണാൻ. അങ്ങനെ ഞാൻ ശരിക്കും ഓർക്കുന്നില്ല അങ്ങനെ, കാരണം ടൂറിൽ ഞാൻ അത്ര കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ഞാൻ ഇട്ട ഡ്രസ്സിലായിരുന്നു ഒരു ഇതുണ്ടായിരുന്നത് കൂടുതല്. പിന്നെ ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കും സർക്കസ്, അത് എൻ്റെ വീട് കട്ടപ്പന പറയാലോ. അവിടെ ഈ ടൗണിൽ വർഷത്തിലൊരിക്കൽ കട്ടപ്പന ഫെസ്റ്റ് വരും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒക്കെ ഉണ്ടല്ലോ ഈ ആകാശഊഞ്ഞാൽ അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുള്ള, പിന്നെ ഫ്ലവർ ഷോ അങ്ങനെയൊക്കെയാ. നേരത്തെ അത് ഇങ്ങനെ മരണക്കിണറും സർക്കസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു. അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ ഞങ്ങൾ പഠിക്കുമ്പോൾ സർക്കസ് ആയിരുന്നു. അങ്ങനെ അത് കാണാൻ, അത് കോളേജിന്റെ തൊട്ട് താഴെ തന്നെയാ. അപ്പൊ ഞങ്ങള് ഇറങ്ങിപ്പോയി 1 മണിക്കൂർ കൊണ്ട് കണ്ട് തിരിച്ച് ക്ലാസ്സിലേക്ക് തന്നെ വന്നു. അങ്ങനെ നന്നായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ട് സർക്കസ് കാണുന്നതും അവസാനമായിട്ട് കാണുന്നതും. അതിന് മുന്നേയും കണ്ടിട്ടില്ല, പിന്നെയും കണ്ടിട്ടില്ല. അത്രേ ഉള്ളൂ. ഓക്കെ. ദീപ പറഞ്ഞായിരുന്നോ ലോക്കൽ ടൂർ എക്സ്പീരിയൻസ് പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞതാണ്, അത് ഒരു 1 ഡേ ടൂർ ആയിരുന്നു. ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പോയ ടൂറ് അതേ ഉള്ളൂ 5ാം ക്ലാസ്. പിന്നെ പോയത് അത് 2-3 ദിവസം. അത് പക്ഷെ നമ്മളൊരു എൻജോയ്മെന്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. എന്റെ മനസ്സിലെ ടൂർ എന്ന് പറയുന്നത് ഈ ഒന്നേ ഉള്ളൂ. അതൊരു 1 ഡേ ടൂർ ആയിരുന്നു. ഞാൻ തമിഴ്നാടായിരുന്നു. അതാണ് വൈകുണ്ഠവും പീച്ചിപ്പാറയും. തമിഴ്നാട് അടുത്ത് തിരുവനന്തപുരം ഒക്കെ ഉള്ളവർക്ക് ഈ സ്ഥലം അറിയാമെന്ന് തോന്നുന്നു. അത് വീടിനടുത്ത് തന്നെ ഉള്ളത്. ശരിക്കും പ്രാദേശികമായ ഒരു ടൂർ എന്ന് പറയാം. ജീവിതത്തിലെ അനുഭവം ഏതാന്ന് ചോദിച്ചാൽ അതും എനിക്ക് പറയാൻ പറ്റും. അതേ ഉള്ളൂ. ഓക്കെ. മിസ്സേ, ഞങ്ങൾ പോയ പിള്ളേരൊക്കെ കൂടി ചമ്മിയൊരു കഥയാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബ്രെഡ് ഫാക്ടറി കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. എങ്ങനെ മേക്ക് ചെയ്യണത്, എന്താ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞു വീഗാലാൻഡാന്ന് തോന്നുന്നു. വീഗാലാൻഡും കാണിച്ചു തരാന്ന് പറഞ്ഞു. കേട്ടില്ല, കാണിച്ചു തരാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിൽ പോയതാട്ടാ. അപ്പൊ ബ്രെഡ് ഫാക്ടറി പോയി കണ്ടു. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഇഷ്ടവുമില്ല. കാരണം വീഗാലാൻഡ് അങ്ങനത്തെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ നിൽക്കുക. അപ്പൊ ഞങ്ങള് ഇറക്കി. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത വീഗാലാൻഡ് കാണിക്കാനാണ് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ വരിവരിയായിട്ട് നടന്നപ്പോ HM നിന്നിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുവാണ്. വന്ന പിള്ളേരോടൊക്കെ ഒരു ചെറിയ ഗ്യാപ്പ്, അതിന്റെ അതിൽ കൂടെ പറയുന്നത് ശരിക്കും ഞങ്ങൾ ചുമ്മിപ്പോയി. കാരണം ഒരു ജസ്റ്റ് ഒന്ന് കാണാനുള്ളൂ, ഒരു ജസ്റ്റ് ഒരു നോട്ടം അത്രേ ഉള്ളൂ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കാണാൻ എല്ലാവരും ചെമ്മിപ്പോയി. അതാണ് ഒരു ഭയങ്കര എക്സ്പെക്ടേഷനിൽ പോയതാണ് ഞങ്ങള്, പക്ഷെ ചെമ്മിപ്പോയി. 1 ഡേ ട്രിപ്പ് ആയിരുന്നു അത്. ബ്രെഡ് ഉണ്ടാക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് മേഡം. പക്ഷെ ഏത് ക്ലാസ്സിലാണ്, സ്കൂളിൽ നിന്ന് തന്നെ പോയതാ. പക്ഷെ ഏത് ക്ലാസ്സിലൊന്നും അങ്ങനെ ഓർക്കണില്ല, നന്നായിട്ട് ഓർക്കണില്ല. പക്ഷെ ഇങ്ങനെ നമ്മുടെ തലയിലൊക്കെ മുടി വീഴാതെ ഒരു നീല ക്യാപ്പൊക്കെ വെച്ച് അങ്ങനെ അവര് നമ്മളെ അതിൻ്റെ ഉള്ളിൽ കയറ്റണം. അങ്ങനെ കയറ്റി പിന്നെ ഈ ബ്രെഡ് ഇങ്ങനെ നമുക്ക് പീസായിട്ടല്ലേ കിട്ടുന്നത്. അങ്ങനെ പീസ് അല്ലാണ്ട് ഈ റൊട്ടി പോലെ അതെന്തോ ഒരു മെഷീനിൽ കൂടെ വന്ന് ഇങ്ങനെ ഒരു പെട്ടിക്കുള്ളിലേക്ക് അങ്ങനെ മുറിയാത്ത ബ്രെഡ് ഇങ്ങനെ വന്നിങ്ങനെ വീഴും. റൊട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അവരത് വേറെന്തോ ഒരു ഇതിൽ എടുത്തു വെച്ച് അതുപോലെ ഒരു മെഷീനിൽ കൂടി ഇങ്ങനെ ഓടിപ്പോയാണ് പിന്നെ അതിങ്ങനെ മുറിഞ്ഞ് പീസാവുന്നത്.
അത്രയൊക്കെ ഞാൻ ഓർക്കുന്നുള്ളൂ. ഏത് ക്ലാസ്സിലാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇങ്ങനെ ഇത് രണ്ടും ഓർക്കുന്നുണ്ട്. പിന്നെ ഈ മുടി വീഴാണ്ടിരിക്കാൻ നമ്മുടെ എല്ലാവരുടെയും തലയിൽ ഒരു ക്യാപ്പും വെച്ചാണ് അവര് അതിന്റെ ഉള്ളിൽ കയറ്റണത്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മള് ഇത്രയും കാര്യങ്ങളാണ്, കൂടുതൽ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടൂറുകളെ കുറിച്ച് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? ഞാനാണ്. ആ, ഓക്കെ, സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ ദീപ. ഇനി പറ്റാവുന്ന സമയത്ത് ക്ലാസ്സിൽ കയറാം കേട്ടോ. എന്താ മിസ്സേ? പറ്റാവുന്ന സമയത്തൊക്കെ ക്ലാസ്സിൽ കയറാം കേട്ടോ. അവധി ഇതുപോലെ അവധിയുള്ള സമയത്തൊക്കെ പറ്റുള്ളൂ. സ്കൂളിൽ വെച്ച് പറ്റത്തില്ല കയറാൻ. അവധി കിട്ടുമ്പോ കയറാം. Thank you, Ashadi Miss. Today's class was really wonderful and I enjoyed it a lot. I could learn new things and it gave me more interest to continue my studies with confidence. The tour experience you shared in today's class will remain as a beautiful memory in my heart. I am very happy to be part of this class and I look forward to the coming session with the same excitement. See you in the next class. Thank you, teacher. Thank you all. Okay, thank you. Friday കാണാം കേട്ടോ. ശരിക്കും ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ഭയങ്കര സന്തോഷം തോന്നി. ഇതൊരു മിസ്സിങ് തന്നെയാണ്. നമുക്ക് എത്ര അല്ലാതെ കേട്ട് പഠിച്ചാലും ഈ റെക്കോർഡ് ക്ലാസ് കേട്ടാലും ഒന്നും ഈ ഒരു ഫീലിങ്സ് കിട്ടത്തില്ല. ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന അതുകൊണ്ടാണ് ഞാൻ മിസ്സാക്കാതെ കയറിയത്. ഒരു ദിവസമെങ്കിലും അങ്ങനെ ഒരു ഇത് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. Okay, thank you. Thank you, Miss. Thank you.